മാറ്റുന്നില്ലല്ലോ. നീട്ടിയടി. ആരാണത്? എന്തു നടന്നത്? ഫാക്ടറിയാ? വീടിന്റെ മുമ്പിൽ വന്നിട്ടാണ് നിന്റെ അമ്മൂമ്മയുടെ സൈറ മുഴുക്കല് ചൂലെ. എന്നാ പിന്നെ ലോറി എടുത്ത് മാറ്റാൻ പറയടാ പുല്ലേ. ഞാൻ ആരാണെന്ന് അറിയാൻ പാടാ അരപ്പേ. നീ ഏത് മരക്കഴുതിയാലും എനിക്കെന്താ കോപ്പൻ? ആഹാ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ പട്ടി. നാട്ടുകാര് കാണൂടാ തെണ്ടി. എന്റെ അമ്മോ വിട്ടോ. ഓഹോ, നമ്പറില്ലല്ലേ? നിന്നെ ഞാൻ പൊക്കടാ മരപ്പട്ടി. വണ്ടി വിളിക്കണോ? വണ്ടി വിളിക്കടി. എടാ വണ്ടി നിർത്തോ, ഇല്ലേ പുലിമലാകും. പോലീസുകാരനെ ഇടിച്ചത്. അതുകൊണ്ടാ നിർത്താത്ത. നിർത്തിയ എല്ല് പോലും മിച്ചം കിട്ടൂല. ആ കാറിനെ ഫോളോ ചെയ്യും. പൊയ്ക്കോട്ടെ. 23.5 മണിക്കൂറിനകം അവന്മാരെ പൊക്കിയില്ലെങ്കിൽ ഞാൻ ഇടിയൻ വിക്രമനല്ല. ഞാൻ പോട്ടെ സാർ. ഞാൻ കൂടെ വരട്ടെ. പോടോ. വിക്രമ. വിക്രമൻ എത്തിയില്ല സാർ. ഇയാളിത് എവിടെ പോയി കിടക്കാ? ദേ എത്തി സാർ. ഇതെന്തോടോ പോലീസ് സ്റ്റേഷനല്ല ഉടുപ്പി പോട്ടല്ലോ. തോന്നുമ്പോ കയറി വരാൻ ഇറങ്ങി പോകാനും. അയ്യോ സാർ, വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാ. ഒരു മാരുതി കാരനെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയി. അയ്യോ വല്ല ഒടിവോ ചതവോ? ഒടിവില്ല, ചതയില്ലാത്തോണ്ട് ചതഞ്ഞതുമില്ല. കാറിന്റെ നമ്പർ നോട്ട് ചെയ്തിട്ടില്ലേ? നമ്പർ ഇല്ലാത്ത കാറായിരുന്നു സാർ, ഒരു ഫോറിൻ കാർ. മാരുതി കാറിനല്ലേ താൻ നേരത്തെ പറഞ്ഞത്? അതെ സാർ, പക്ഷെ അതിന്റെ നമ്പർ പ്ലേറ്റിൽ ഫോറിൻ എന്ന് എഴുതിയിരുന്നു. ഓ കഴുതേ, അത് 4 രജിസ്ട്രേഷനാ. സാർ, സാറിന് ചീത്ത വിളിച്ചതും ഒരു നമ്പർ ഇല്ലാത്ത കാറി വന്നോമാരല്ലേ? അതെ, ഒരു നമ്പർ ഇല്ലാത്ത കാറിൽ കുറെ നമ്പറുകളുമായി 2 നമ്പർ 1 തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അവന്മാരെ ഇപ്പൊ തന്നെ നോക്കണം. ഹരിയാപ്പ്. കറിയുപ്പോ? കറിയുപ്പ് അല്ലടോ, ഹരിയാപ്പ്. ഒന്ന് വേഗം വരാൻ. കമോൺ. നിക്ക്. ആരവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്ത് എടുത്ത് മാറ്റ്. അയ്യോ, ഇത് നമ്മുടെ മാനേജർ സ്കൂട്ടറാ. ആരുടെ കയ്യിലെന്താ? കാർ പാർക്ക് ചെയ്യുന്നിടത്ത് കാർ പാർക്ക് ചെയ്യണം, സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നിടത്ത് സ്കൂട്ടർ പാർക്ക് ചെയ്യണം. അല്ലാതെ കാർ പാർക്ക് ചെയ്യുന്നിടത്തല്ല സ്കൂട്ടർ പാർക്ക് ചെയ്യേണ്ടത്. എടുത്ത് മാറ്റണോ? സോറി, ഞാൻ പെട്ടെന്നൊരു വണ്ടി മുതലാളി ആയിപ്പോയി. കുമാരനാ പ്ലീസ്. ഗുഡ് മോർണിംഗ്. മഹാദേവൻ സാറ് ജോയിൻ ചെയ്തോ? അയ്യോ ഇല്ല, ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ജോയിൻ ചെയ്യുന്നുള്ളൂ. നാളെ ഗണപതി കോവിൽ ഒരു താക്കോല് പൂജയുണ്ട്. പിന്നെ മറ്റന്നാൾ ഞാനും കുമാരേട്ടനും കൂടി കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുക കാറില്. സത്യം പറഞ്ഞാൽ ലോങ് ട്രിപ്പിന് പറ്റിയ വണ്ടിയാ. ഫസ്റ്റ് ഗിയർ ഇട്ടോ ഉടനെ സെക്കൻഡ് ഗിയർ ഇടാം, പിന്നെ തേർഡ്, പിന്നെ ഫോർത്ത്, പിന്നെ ഫിഫ്ത്ത്. പിന്നെ ഈ റേഡിയൽ ടയറായതുകൊണ്ട് അങ്ങനെ 100 പിടിപ്പിച്ചാൽ ഒരു കുഴപ്പമില്ല. ഖട്ടറിൽ വിടാൻ നമ്മൾ അറിയ പോലുമില്ല. കാരണം ഈ മാരുതിയുടെ ലോവറാം ഇരിക്കുന്നത് മുകളിലാ. രാവിലെ അടിച്ചാൽ വെള്ളം ഒഴിക്കണ്ട, ഓയിൽ നോക്കണ്ട. ഈ ജപ്പാൻ ടെക്നോളജിയുടെ ഒരു ഗുണമേ. സോറി, സംസാരിച്ചെന്ന് സമയം പോയതറിഞ്ഞില്ല. ഞാൻ മാനേജർ ഒന്ന് കണ്ടിട്ട് വരാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. കുട്ടികളെയാണെങ്കിലും പണി പറ്റിച്ചാണല്ലോ താൻ. എങ്ങനെയുണ്ട് പുതിയ കാർ? ഉഗ്രൻ. അത് പറയാനാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. സാറിന് ഈ പഴഞ്ഞ സ്കൂട്ടർ വെച്ചിട്ട് ഇതുപോലൊരു പുതിയ കാർ വാങ്ങിക്കൂടെ? ലിറ്ററിന് 20 കിലോമീറ്റർ മൈലേജ്, പാർട്സുകൾക്കെല്ലാം 1 ഇയർ ഗ്യാരണ്ടി, സീറ്റ് ബെൽറ്റ് ഉണ്ട്, സ്റ്റീരിയോയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു AC സൂട്ടിലിരിക്കുന്ന എഫക്റ്റാ. ഡെൽക്കോയുടെ കാര്യമാണെങ്കിൽ പറയേ വേണ്ട. എന്താ ഡെൽക്കോ? എന്നാ പൊക്കോ, പോയി പണിയെടുക്ക്. അയ്യോ സാർ, ഞാൻ പണിയെടുക്കാനല്ല, ലീവ് എടുക്കാനാ വന്നത്. 2 ദിവസം ലീവ് കൂടെ ബാക്കിയുണ്ടല്ലോ. സത്യം പറഞ്ഞ പുതിയ വണ്ടി ഓടിച്ച് കൊതി തീർന്നിട്ടില്ല. 2 ദിവസം, അത് കഴിഞ്ഞാൽ ജോയിൻ ചെയ്തോളണം. ഓക്കെ സാർ, താങ്ക് യു. കിട്ടിപ്പോയി. താ നോക്ക്. നമ്പറില്ലാത്ത കാർ, അതേ നിറം, അതേ ലുക്ക്. കമോൺ. അവൻ രക്ഷപ്പെട്ടു. കമോൺ കമോൺ, പോയി ജീപ്പെടുത്തിട്ട് വേണം പുല്ലേ.
ആശാനേ, നമ്മുടെ നമ്പർ പ്ലേറ്റ് എന്തായി? ആ ജെയിംസ് ബോണ്ട് 007. ആ. അതെപ്പോഴേ റെഡി. ഇനി വണ്ടി കിട്ടിയാ മതി. വണ്ടി എപ്പോഴേ റെഡി? ഇനി നമ്പർ പ്ലേറ്റ് കിട്ടിയാൽ മതി. അപ്പോഴേക്ക് ഞങ്ങൾ പോയി 3 മസാല ദോശ തിന്നിട്ട് വരാം. നമ്പർ പിടിപ്പിച്ചു വെച്ചേരി. ദാ പൊടിയാ, എന്തിനാ ആ നമ്പർ പ്ലേറ്റ് എടുത്താ ചുവന്ന വണ്ടി പിടിപ്പിച്ചാരെ. കുശലാം പറ്റി പെൺകുട്ടി മുത്തുപേറ്റി വേഗം പോടൂ. കൊച്ചു മസാല ദോശ. കൊച്ചിതോ എവിടെ പോണു? വയറ്റിൽ വല്ല തുളയുണ്ടോ? ഇവന്മാരിത് ഇതുവരെ പിടിപ്പിച്ചില്ലേ? ആശാനെ, എന്താ ഇത്? ഈ നമ്പർ പ്ലേറ്റ് ഇതുവരെ പിടിപ്പിച്ചില്ലേ? പിടിപ്പിച്ചില്ലേ? ദാ പൊടിയാ, നിന്നോടല്ലേ പറഞ്ഞത് ആ നമ്പർ പിടിപ്പിക്കാൻ? അതെപ്പോഴേ പിടിപ്പിച്ചോ? പിടിപ്പിച്ചോ? എന്നാ കാണിക്കടാ. അയ്യോ, അത് ഞാൻ പിടിപ്പിച്ചാണല്ലോ. കള്ളം പറയുന്നോടാ. നിന്റെ ആട്ടവും പാട്ടും ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിച്ചത്. ആശാനും ശിഷ്യനും കൂടി ഒരുമാതിരി അഭ്യാസം ഇറക്കരുത് പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് നമ്പർ പ്ലേറ്റ് പിടിപ്പിടോ. ഞങ്ങളൊരു 3 മസാല ദോശ കൂടെ കഴിച്ചിട്ട് വരാം. അതിന് മുമ്പ് പിടിപ്പിച്ചേക്കണം. ആ വാ വാ. ഇനിയും റെഡിയായിട്ടില്ലെങ്കിൽ നമുക്ക് ഓരോരോ തൈര് വട കൂടെ കഴിക്കാം. തൈര് വടയല്ല, ഇനി ഈ വട പോയി കഴിക്കാം. ദാ നോക്ക്, യുവമാരുടെ അടുത്ത് നല്ലതാക്കി പറഞ്ഞ കാര്യം നടക്കില്ല. കുമാരേട്ടൻ വാ. എറണാകുളം നമ്പറിന്റെ ഒരു കല കണ്ട കുമാരേട്ടാ. അതെ അതെ. സമയം എന്തായി? 9:30. ഒമ്പതരയുടെ ബസ് പോയോ? ഇല്ല, പോയില്ല. ആരാ ഓട്ടിയത്? എനിക്കറിയില്ല. ഓരോരുത്തന്മാർ രാവിലെ തന്നെ വെള്ളം അടിച്ച് വെളിവില്ലാണ്ട് ഇറങ്ങും. ഞാൻ പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ കുട്ടി ഇപ്പൊ തട്ടി തെറിപ്പിച്ചു പോയേനെ. ദാ വീണ്ടും വരുന്നുണ്ട്. തങ്കഭസ്മ കുറിയിട്ട തമ്പുരാട്ടി നിന്റെ വാ, വിളിച്ചിറക്കി ചോദിക്കാം. കൂടയ്ക്കും ഞാൻ. എന്താണ് ഒരു ആൾക്കൂട്ടം? ബന്ധു നിരോധിച്ചല്ലോ. നമസ്കാരം. നമസ്കാരം. അയ്യോ, എന്തത്? എന്തു പറ്റി? പോക്കൃത്രം കാണിച്ചിട്ട് എന്ത് പറ്റുന്നു? എന്തിനാടോ ഈ കൊച്ചിന്റെ ദേഹത്ത് ചെളിവെള്ളം തെറിപ്പിച്ചത്? ചെളിവെള്ളം തെറിപ്പിച്ചെന്നോ? ആര്? തനിക്കറിയില്ലല്ലേ? എനിക്കതൊന്നും അറിയില്ല. കുട്ടിയെ വേണേ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം. ഓഹോ, അപ്പൊ അതായിരുന്നല്ലേ തന്റെ ഉദ്ദേശം? അയ്യേ, എന്തൊക്കെയാ പറയുന്നത്? ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാ പിന്നെ മതിയടോ, ചെമ്മാടിത്തരം കാണിച്ചതും പോരാ, പിന്നെ ഇന്ന് ന്യായം പറയുന്നു. ഇതൊക്കെ ഉമ്മന്റെ സ്ഥിരം നമ്പരാ. എവനെയൊക്കെ പിടിച്ച് പോലീസിലേൽപ്പിക്കണം. അതൊന്നും വേണ്ട. ഒഴുകി മളവന് ദേഹത്തയ്യേ, എന്നല്ലേ ഇവനൊക്കെ ഒരു പാഠം പഠിക്കൂ. എടി, എടി, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. നിന്നെ ഞാൻ കാറ് കയറ്റി കൊല്ലൂടി.